السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. عن عائشة رضي الله عنها زوج النبي صلى الله عليه وسلم قالت: قال رسول الله صلى الله عليه وسلم: فإن العبد إذا اغترف بذنبه ثم تاب الله عليه. റവാഹു അൽ ബുഖാരിയു വ മുസ്ലിമു റഹ്മത്തുള്ളാഹി അലൈഹിമ. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് അല്ലെങ്കിൽ മനുഷ്യർക്കുള്ളൊരു ധാരണ നമ്മളുടെയൊക്കെ മനോഗതി പോലെയാണ് അള്ളാഹു എന്ന. ഇങ്ങോട്ട് എങ്ങനെ അടുക്കുന്നുവോ അങ്ങോട്ട് അള്ളാഹുവുമായിട്ടുള്ള ബന്ധം. എന്നാൽ യഥാർത്ഥത്തിൽ ഇത് ശരിയല്ല എന്നാണ് വിശുദ്ധ ഖുർആനിന്റെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന്റെയും ഒക്കെ വെളിച്ചത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്നവനാണ് അവന്റെ അടിമകളെ. എത്തരം അടിമകളെ? പാപപങ്കിലമായ ജീവിതം നയിച്ച് ആ ജീവിതത്തിന്റെ ഇടയിൽ തെറ്റുകുറ്റങ്ങളിൽ ആപതിച്ച് നമ്മളിൽ പല ആളുകളും പറയാറുണ്ട്, നമ്മൾ പാപികളാണ്, ദോഷികളാണ്. നമ്മളൊന്നും അള്ളാഹുവിനോട് പറഞ്ഞാൽ അള്ളാഹു നമ്മുടെ തെറ്റുകുറ്റങ്ങൾ പുറത്തു മാപ്പാക്കി തന്ന് നമ്മെ സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? തെറ്റു ചെയ്യാത്ത, പാപം ചെയ്യാത്ത നല്ല മനുഷ്യരാണ് എന്ന് ജനങ്ങൾ ഖ്യാതി നൽകിയ ആളുകളോട് പോയി പറയാം. എന്നിട്ട് അവർ അള്ളാഹിനോട് പറയാം, അള്ളാഹ് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പുറത്തു തരിക. ഇങ്ങനെ ഒരു മെയിൻ ട്രാൻസ്ഫോർമറിൽ നിന്ന് 40-ന്റെയോ 60-ന്റെയോ ബൾബ് കത്തിക്കാൻ പോലെ പറ്റാത്തതുപോലെയാണ് അള്ളാഹുവും സാധാരണ മനുഷ്യരും തമ്മിലുള്ള ബന്ധം എന്നൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് വെക്കാറുണ്ട്. എന്നാൽ അതൊക്കെ വാസ്തവ വിരുദ്ധമാണ്. എന്നും അള്ളാഹുവിനോട് അള്ളാഹുവിന് അവന്റെ അടിമകളോട് അങ്ങേയറ്റത്തെ ഇഷ്ടമാണ് എന്നും വ്യക്തമാക്കുന്നതാണ് ഈ ഹദീസിലുള്ളത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടുപഠിച്ച ആ ഒരു കാര്യം നമ്മെ പഠിപ്പിക്കുന്നത്, ഫഇന്നൽ അബ്ദ, ഏതെങ്കിലും ഒരു അടിമ, ഇദാ ഇഗ്തറഫ ബിദംബിഹി, തന്റെ കുറ്റം ഏറ്റുപറഞ്ഞ് ഖേദിച്ചു മടങ്ങിയാൽ, താബ, എന്നിട്ട് അള്ളാഹുവിനോട് തൗബ ചെയ്യുകയും ചെയ്താൽ, താബല്ലാഹു അലൈഹി, അള്ളാഹു സുബ്ഹാനഹു വ തആല ആ അടിമയുടെ തൗബ സ്വീകരിച്ച് പാപങ്ങളൊക്കെ പുറത്തു കൊടുത്ത് ഒന്നും ജീവിതത്തിൽ മുൻകഴിഞ്ഞ പാപങ്ങൾ ഇല്ലാത്ത ഒരാളെ പോലെ ആക്കി തീർക്കുമെന്ന് മറ്റിതര ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അതിനുള്ള ഒരവസരം കൂടിയാണ് നമ്മുടെ മുമ്പിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഓരോ സെക്കൻഡും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരമാവധി വീഴ്ചകൾ സംഭവിച്ചവരും അല്ലാത്തവരുമായ, അറിഞ്ഞതും അറിയാത്തതുമായ, ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയെങ്കിൽ ഒക്കെ അള്ളാഹുവോട് ആത്മാർത്ഥമായി തൗബ ചെയ്യുകയും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ തൗബ സ്വീകരിച്ചുകൊണ്ട് പാപങ്ങളില്ലാതെ, തെറ്റുകളില്ലാതെ, കുറ്റങ്ങളില്ലാതെ അവനെ കണ്ടുമുട്ടാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. മനുഷ്യ സഹജമായി വന്നു പോകുന്ന എല്ലാവിധ അബദ്ധങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. നാളെ പാരത്രികമായ ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ തെറ്റുകുറ്റങ്ങൾ മുഴുവൻ മറച്ചു വെച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ പ്രായാധിക്യവും രോഗവുമായി കഴിഞ്ഞുകൂടുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആഫിയത്തും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ മറ്റൊരാളുടെ സഹായം കൂടാതെ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താഖത്തും ആഫിയത്തും നൽകി അള്ളാഹു എല്ലാവരെയും എല്ലായ്പ്പോഴും അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉം ഉള്ളവരായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്ത് അഫ്ദലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പറഞ്ഞ് കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മോട് ദുആയ്ക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു എത്രയും പെട്ടെന്ന് ഹാസിലാക്കുകയും
പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവരുടെയും നമ്മുടെയും അള്ളാഹു എളുപ്പമാക്കി തന്ന് അവരെയും നമ്മയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഉപജീവനത്തിൽ അള്ളാഹു പ്രവിശാലമായവന്റെ ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസാലികളും സുദ്ദീഖുകളും ഷുഹദാക്കളുമുള്ള സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.